വെൽക്കം ബാക്ക് ടു ചാരു സർക്കിൾ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ക്രാഫ്റ്റ് യാൻ ക്രാഫ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. യാൻ ക്രാഫ്റ്റ് എന്ന് വെച്ചാൽ നൂലുകൾ കൊണ്ട് ചെയ്യുന്ന ക്രാഫ്റ്റിനെ യാൻ ക്രാഫ്റ്റ് എന്ന് പറയും. അത് ഫ്ലവേഴ്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ വോൾ ഹാങ്ങിങ്സ് ഉണ്ട്, കാർപ്പറ്റ്സ്, പോപ്സ്, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. അതായത് നൂലുകൾ കൊണ്ട്. അപ്പോൾ നൂലുകൾ എന്ന് പറയുന്നത് കളേഴ്സുള്ള ഒരുപാട് നൂലുകളുണ്ട്. അതിൽ വൂളൻ നൂലുണ്ടാകും, അതുപോലെ തന്നെ എന്താ പറയുക ഷൈനിങ് ഉള്ള ഒരു ടൈപ്പ് നൂലുകളുണ്ട്, അതുപോലെ ഡബിൾ ഷെയ്ഡിട്ടുള്ള നൂലുകളുണ്ട്, അതുപോലെ തന്നെ പേപ്പേഴ്സ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ടൈപ്പ് അങ്ങനത്തെ ടൈപ്പൊക്കെ ഒരുപാട് നൂലുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് കുപ്പി അലങ്കരിക്കാം. അപ്പോൾ അത് നമ്മൾ തുടങ്ങാൻ പോവാണ്. അതിനുവേണ്ടി ഞാനൊരു കുപ്പി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചെറിയ കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. ചെറുതോ വലുതോ നല്ല ഭംഗിയുള്ള കുപ്പികളായിട്ട് നല്ല ഭംഗി ഉണ്ടാവും ചുറ്റി വരുമ്പോൾ. അപ്പോൾ ഇതേ കളേഴ്സ് എടുത്തിട്ടുണ്ട്. കളേഴ്സുള്ള നൂലുകളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന നൂലുകൾ കുറച്ച് ഡബിൾ ഷെയ്ഡ്, അതായത് വൈറ്റ് മിക്സ് ചെയ്തിട്ടുള്ള നൂലാണിത്. പിന്നെ ഗ്ലൂ ആണ് വേണ്ടത്. മെയിനായിട്ട് നൂലും ഗ്ലൂവും മാത്രം മതിയാകും. പിന്നെ തുടച്ചൊരു കുപ്പി എടുക്കുക. പിന്നെ വൂളൻ നൂല് ഉപയോഗിക്കണമെങ്കിൽ വൂളൻ നൂല് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിനായിട്ട് 2 കളേഴ്സ് എടുക്കണം. കളർ കോമ്പിനേഷനൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം. ഇപ്പോൾ ഞാൻ നീലയും മഞ്ഞയാണ് എടുത്തിരിക്കുന്നത്. ഈ നീല ഇത് ഡബിൾ കളറാണ്, അതായത് വൈറ്റ് മിക്സ് ചെയ്ത് വരുന്ന ഒരു കളറാണ്. ഇത് 2 നൂലുകൾ ഒരുമിച്ച് വരുന്ന ഒറ്റ നൂലായിട്ട് വരുന്ന നൂലുകളാണിത്. ഇത് നമുക്ക് സ്റ്റേഷനറി കടയിലൊക്കെ കിട്ടും. ഇതുപോലെ തന്നെ വൂളൻ നൂലുകളും കിട്ടും. അതുപോലെ തന്നെ വേറെ ഒരുപാട് നൂലുകൾ ഇപ്പോൾ വരുന്നുണ്ട്. ജൂട്ട് വരുന്നുണ്ട്, കയറുകൾ വേറെ കളേഴ്സ് ഉള്ളത് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഏതായാലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഗ്ലൂ ആദ്യം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്താൽ മതി. കുപ്പി മൊത്തത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമ്മൾ ചുറ്റി കൊടുക്കണം. മുകളിൽ നിന്നോ താഴത്തു നിന്നോ നമുക്ക് ആദ്യം ചുറ്റി തുടങ്ങാം. ഇപ്പം ഞാൻ മുകളിൽ നിന്നാണ് തുടങ്ങുന്നത്. എന്നിട്ട് പതുക്കെ ചുറ്റി കൊടുക്കുക. നല്ല ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കണം. ഗ്ലൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഒട്ടിയിരുന്നോളും, പോകില്ല. അപ്പം ഞാൻ നീല നൂല് കുറച്ച് ചുറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു കളർ എടുക്കാം. അതിന് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി ഫെവിക്കോള് നമ്മൾ വെള്ളത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് പെയിൻറ്റ് ബ്രഷ് വെച്ചിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് മഞ്ഞ ഒരു നൂലിൻ്റെ ഒരറ്റത്ത് എൻഡിൽ നിന്ന് അടുത്ത നൂല് സ്റ്റാർട്ട് ചെയ്യണം. അതാകുമ്പോൾ നല്ല ഫിനിഷിങ് കിട്ടും. അപ്പം ഞാൻ അടുത്തത് ആ നീല നൂല് തന്നെ കുറച്ച് ചുറ്റി കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കളേഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ ചുറ്റി എടുത്തിട്ടുണ്ട്. ഇതാണ് ഞാനിപ്പോൾ മൊത്തത്തിൽ ചുറ്റി ഈ കുപ്പി. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇങ്ങനത്തെ യാൻ ക്രാഫ്റ്റൊക്കെ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് വൂളൻ നൂല് വെച്ചിട്ട് കുപ്പി ചെയ്ത് നോക്കാം. വൂളൻ നൂല് എടുത്തിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു കുപ്പി ചെയ്യാണ്. അത് ഞാൻ വീഡിയോ ആക്കുന്നില്ല. നമുക്ക് ഇതുപോലെ തന്നെ ചുറ്റിയെടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ നൂലുകളും ഇതുപോലെ തന്നെ കുപ്പിയിൽ ചുറ്റുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോഴത്തെ വൂളൻ നൂല് കൊണ്ട് 2 കുപ്പി ചെയ്തിട്ടുണ്ട്. പിന്നെ ഡബിൾ കളർ നൂല് കൊണ്ട് 2 കുപ്പി ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ കളർ കോമ്പിനേഷനൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. അതിന് ശേഷം ചെയ്യേണ്ടത് നല്ല ഭംഗിയോടെ അതൊന്നും കൂടെ അലങ്കരിക്കുക. അപ്പോൾ കൂടുതൽ ഭംഗി കിട്ടും. അപ്പം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ നമുക്ക് അലങ്കരിച്ചെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ 2 ബട്ടൺ എടുത്തിട്ടുണ്ട്. ഇത് സിമ്പിളായിട്ട് അലങ്കരിക്കാൻ പറ്റുന്ന ബട്ടണൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഉടുപ്പിൽ നിന്നൊക്കെ പോകുന്ന ബട്ടണൊക്കെ എടുത്ത് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഇതുപോലെ ഓരോന്നൊക്കെ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഞാൻ 2 ബട്ടൺ വെച്ച് കൊടുക്കുകയാണ്. കളേഴ്സുള്ള ബട്ടൺ ആണെങ്കിൽ കൂടുതൽ ഭംഗിയാകും. സിമ്പിളായിട്ടല്ലേ നമ്മൾ ചെയ്തിരിക്കണേ. ഇതുപോലെ നല്ല ഭംഗിയും ഉണ്ടാവും. അപ്പോൾ ബട്ടൺ വെച്ച് കൊടുത്തു. നമുക്ക് അടുത്ത കുപ്പിയിൽ ചെയ്യാനായിട്ട് പോപ്സ്, അതായത് ഈ വൂളൻ നൂല് കൊണ്ട് തന്നെ നമ്മൾ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കും. അതുപോലെ തന്നെ ഇത് ഇങ്ങനെ ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. ഉണ്ടാക്കാൻ അറിയുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. ഒരു പാക്കറ്റ് 20 രൂപയ്ക്ക് അടുത്തങ്ങണ്ടേ ഉള്ളൂ. അപ്പോൾ അത് ഒരു ഗ്ലൂ കൊണ്ട് നല്ല ഭംഗിയുടെ ഫ്ലവേഴ്സ് പോലെയോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഓരോ ഷേപ്പിലൊക്കെ ഒട്ടിച്ച് വെക്കാം.
നമ്മുടെ അതും കഴിഞ്ഞിരിക്കുകയാണ്, നല്ല ഭംഗിയുള്ള. ഇനി നമുക്ക് വേണ്ടത് ഒരു സ്റ്റോൺസ് എടുത്തിട്ടുണ്ട് ഞാൻ. ഇതിപ്പോൾ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യാനായിട്ട് ബ്ലൗസിലൊക്കെ വെക്കുന്ന സ്റ്റോൺസാണ്. അപ്പോൾ അതുണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു കുപ്പി ഒന്ന് ജസ്റ്റ് നല്ല ഭംഗിയോടെ അലങ്കരിച്ചെടുക്കാം. ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇതിപ്പോൾ ദേ ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്ക് അടുത്ത കുപ്പിയിൽ ഫ്ലവേഴ്സ് വയ്ക്കാം. പേപ്പർ ഫ്ലവേഴ്സോ അല്ലെങ്കിൽ നമുക്ക് തന്നെ ഉണ്ടാക്കുന്ന ഫ്ലവേഴ്സ് വെക്കണമെങ്കിൽ, ഇതിപ്പോൾ എൻ്റെ കയ്യിലിരുന്ന ഫ്ലവേഴ്സാണ്, ഞാൻ ഉണ്ടാക്കിയതല്ല, കയ്യിൽ കുറച്ചിരുന്ന ഫ്ലവേഴ്സിൽ എടുത്ത് ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതുപോലൊക്കെ ബാക്കി വരുന്ന ഓരോ സാധനങ്ങളും നമുക്ക് കുപ്പിയിലായിക്കോട്ടെ വോൾ ഹാങ്ങിങ്സിലൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ദേ അതൊട്ടിച്ച് ഇനി ഒരു റിബൺ വെച്ച് കൊടുക്കുക, അതാണ് കൂടുതൽ ഭംഗിയാവുന്നത്. അപ്പോൾ ഞാനൊരു ബോ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കുപ്പികൾ കൂടുതൽ ഭംഗിയായി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും, വളരെ ചുരുക്കത്തിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ക്രാഫ്റ്റുകളാണിതൊക്കെ. അപ്പോൾ യാൻ ക്രാഫ്റ്റ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.